കൂടംകുളം ആണവ നിലയത്തിലെ ഡാറ്റ ചോർച്ച ആണവ സുരക്ഷാ ഭീഷണി ഇല്ല എന്നാണ് NPCIL പറയുന്നത്. ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ല ചോർന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന യൂണിറ്റ് 3, 4 എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചോർന്നത്. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട് 2016-25 കാലഘട്ടത്തിലെ വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടത്. റിലയൻസ് ഗ്രൂപ്പിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, ഡാറ്റ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ആരോപണം. അതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് ദുരുപയോഗം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മധു, വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരച്ചോർച്ചയാണ് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കുറെ 19,000-ഓളം വരുന്ന രേഖകൾ ചോർന്നു എന്നായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഡാർക്ക് വെബിൽ ഇതുമായി ബന്ധപ്പെട്ട് 2016-25 കാലഘട്ടത്തിലെ വിവിധ രേഖകൾ ഉണ്ട് എന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ ഈ വിവരച്ചോർച്ച എന്ന് പറയുന്നത് ആണവ സുരക്ഷിതത്വത്തിന് ബാധിക്കില്ല, ഭീഷണിയല്ല എന്നാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, അതായത് അനിൽ റിലയൻസ് ഗ്രൂപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കരാറിൽ ഉൾപ്പെടെ ഏർപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാത്രമാണ് ചോർന്നത്. ഇത് ആണവ സുരക്ഷയെ ബാധിക്കില്ല എന്ന് ഇവർ വിശദീകരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ, അതായത് യൂണിറ്റ് 3, 4 വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ കൂടംകുളത്ത് 1, 2 യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 3, 4 നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 2027 മാത്രമാണ് ഇത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഭീഷണിയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുത്തു പറയേണ്ടത്, പ്രധാനപ്പെട്ട പല രേഖകളും ഇതിൽ 19,000 രേഖകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പലതുമുണ്ട്. പ്രത്യേകിച്ച് യൂണിറ്റിന്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ബ്ലൂ പ്രിന്റ്, വിതരണക്കാരുടെ വിവരങ്ങൾ, മീറ്റിംഗുകൾ, പരിശോധന രേഖകൾ, ഉപകരണങ്ങളുടെ വിവരങ്ങൾ, ഇൻഷുറൻസ് അടക്കമുള്ള വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത് എന്ന വിവരം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരുമ്പോൾ അത് ഇത്തരത്തിലും ഭീഷണിയാകില്ല എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് ചോദ്യമൊക്കെ വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിതരണം ചെയ്യുന്ന, ഈ പറഞ്ഞ മെറ്റീരിയൽ അടക്കം വിതരണം ചെയ്യുന്ന ആളുകളുടെ വിശദാംശങ്ങൾ, അതോടൊപ്പം മറ്റ് ഈ പറഞ്ഞ ഉപകരണങ്ങളുടെ മോഡലുകൾ, അതുമായി ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റുകളൊക്കെ ലഭിക്കുമ്പോൾ സുരക്ഷയെ ബാധിക്കുമെന്നൊരു വിദഗ്ധ വിഭാഗം എന്താണെങ്കിലും അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതിൽ സുരക്ഷാ ഭീഷണി ഇല്ല എന്നൊരു വിശദീകരണമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വിഷയം വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിലയൻസിന്റെ ഭാഗത്ത് നിന്ന് ഡേറ്റ ചോർച്ച ഉണ്ടായത് എന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യം. സുരക്ഷാ ഭീഷണി ഇല്ലെന്നാണ് NPCIL പറയുന്നത്. ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ല ചോർന്നത് എന്നും NPCIL വിശദീകരിക്കുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകി.